ഞങ്ങൾ എവിടേക്കാ പോണേന്നറിയോ? നമ്മളെ പുണ്യാളൻ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പോയി കണ്ടായിരുന്നു. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാന്ന് കരുതി. ഇന്നലെ ആള് സ്റ്റിക്കറൊക്കെ മാറ്റി, പെയിന്റൊക്കെ മാറ്റി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് പോയി കണ്ടേച്ചും വരാന്ന് കരുതി. കുറച്ച് ദൂരമുള്ളൂ ട്ടോ വീടിന്റെ അടുത്തുന്ന് വണ്ടീന്റെ അടുത്തേക്ക്. അപ്പൊ അവിടെ കുറേ പേരുണ്ടായിരുന്നു. വണ്ടി ക്ലീനിങ്ങും ബാക്കി എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറിയില്ല. കാലുമ്മല് ചെളിയൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ് ആയിക്കൊണ്ടേ മക്കള് ഞങ്ങളെ കൊല്ലും. പുണ്യാളനെ പറ്റി പറയുകയാണെങ്കില് എൻ്റെ ലൈഫില് ഏട്ടൻ ഇങ്ങനെ ഉറക്കെ കരയുന്നത്, സങ്കടപ്പെട്ട് കരയുന്നുണ്ട് പുണ്യാളന് പോകുമ്പോ ആ ചാവി കൊടുക്കുന്ന സമയത്താണ് ട്ടോ. അപ്പോ ഇങ്ങനെ വെച്ചാ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓടുകയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും നമ്മളെ ഇടയിൽ ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ട് ഒരു വേറെ വണ്ടി ഞാൻ കണ്ടില്ല. ഇന്ന് പുണ്യാളൻ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരുടെ മുഖത്തും ആ പഴയൊരു ചിരി കാണാൻ പറ്റിയിട്ടുണ്ട് ട്ടോ. കുറേ മക്കള് വണ്ടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരും കുറേ കഴിഞ്ഞ സമയത്ത് അവര് അവിടെ കയറി കണ്ടു. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ചു ട്ടോ. സംസാരിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഭയങ്കര കൊതുകാണ്. കുഞ്ഞിപ്പെണ്ണിന് കൊതുക് കടിക്കണ്ടാന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന സമയത്ത് അമ്മ മുറ്റമടിച്ചിരുന്നു. മോള് പറഞ്ഞു ഞാനും അടിച്ചു തരാൻ പറഞ്ഞു. അവള് ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരി. പിന്നെ ഞങ്ങള് ചായ കുടിച്ചു. ഇന്ന് ഇത്രയുള്ളൂ. ബൈ.